വെൽക്കം ടു ഹീലിംഗ് ത്രൂ ടാരോട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയും യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസും എന്താണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ ഷഫിൾ ചെയ്ത് 2 കാർഡ് എടുത്ത് നോക്കുകയാണ് എന്താണ് വരുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി, നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും വരുന്ന ഒരു അഡ്വൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി വന്നിരിക്കുന്നത് 4 ഓഫ് സോർഡ്സ് ആണ്. അതേപോലെ നിങ്ങൾക്ക് വന്ന അഡ്വൈസ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് സോർട്സ് ആണ്. നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിഷമിച്ചിരിക്കുകയാണ്. മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. ഇതിനു മുന്നേ ഉണ്ടായ എന്തെങ്കിലും ഒരു അനുഭവമായിരിക്കാം നിങ്ങളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതായത് ഒരു റെസ്റ്റിംഗ് പീരിയഡിലാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയതുള്ള വേദനകളൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ട്. അതിൽ നിന്നും വെളിയിൽ വരാൻ നിങ്ങൾ ശ്രമിക്കുന്നതുമുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ നിങ്ങൾ വിശ്രമിക്കുന്നുണ്ട്. ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ. അതാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത്. യൂണിവേഴ്സിൽ നിന്ന് അഡ്വൈസ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ഇതിൽ നിന്നും എല്ലാം പുറത്തു വരാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതായത് എന്ത് കാര്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിനെല്ലാം മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ഒരു ഇമ്പൾസീവ് എനർജിയാണ്. മുന്നോട്ടും പുറകോട്ടും ആലോചിക്കാതെ എടുത്ത് ചാടുന്നത് പോലെ ഒരു എനർജിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും 2 തവണ ആലോചിച്ചതിന് ശേഷം ഈ വിഷമഘട്ടത്തിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾക്ക് കഴിയും. മുന്നോട്ട് നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഈ വിഷമം കൊണ്ടു തന്നത്, ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാനുള്ള ഒരു അവസരം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് കാരണം ധൈര്യമായിട്ടിരിക്കുക. പക്ഷെങ്കിൽ ആലോചിച്ചതിന് ശേഷം മാത്രം ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്ത് പറയുന്നുവോ അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്നും വെളിയിൽ വരാനുള്ള നല്ല ധൈര്യവും കരുത്തും മനക്കരുത്തും എല്ലാം ഉണ്ട്. സോ അതിനെ നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മുന്നോട്ട് പോകാനാണ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അല്ലാത്തവർ വിട്ടുകളയുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.